ആദ്യം വീഡിയോ കാണാം, പിന്നെ സംസാരിക്കാം. ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ പോയാൽ മാത്രമേ ഇവിടെ. ഉസ്താദ്, നിങ്ങൾ കരയണ കേൾക്കുമ്പോ നമുക്ക് എന്താ ചില വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 88 നിങ്ങള് പിളർപ്പുണ്ടാക്കിയിട്ട് പോയ അമ്മയത്ത് നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മല്ലേ? ഇനി ഈ വയസ്സായപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ കുറെ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് അവസാനമാകുമ്പോ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അതിപ്പോ ഒരു കൊലപാതകം ചെയ്താലും ഒരു ഉറുപ്പ്യ കട്ടെടുത്താലും ഒക്കെ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദ്. എന്താ വെച്ചാല് നിങ്ങളെ വേക്കിലുള്ള ആൾക്കാർ നിങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാ. ഈ പറയുന്ന എല്ലാ മൗല്യന്മാരും ഈ വിഷയത്തിൽ കണക്കര. എന്താ വെച്ചാല്, അല്ലയോ മഹാനുഭാവ, ഉസ്താദിനെ പറ്റി താങ്കൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടോ? ആരാന്ന്? നിങ്ങളുടെ ചിന്തകളിൽ പണ്ട് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരിക്കലും പുറത്താക്കിയതല്ല, ഇറങ്ങിപ്പോയതാണ്. കാരണം എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. 100-ാം വാർഷികത്തിൻ്റെ ഇടയിൽ, സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തക്കോയ തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറങ്ങിപ്പോയവർക്ക് എന്ന്. അപ്പോൾ അതെന്ത് മനസ്സിലാക്കാം? വെറുതെ ഒരാൾ ഇറങ്ങിപ്പോവില്ലല്ലോ. ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അത് പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ഞാനോ നിങ്ങളോ ഒന്നുമല്ലാത്ത ജാഹിലിങ്ങളെ നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. അത് അവർ ചെയ്തോളും. പിന്നീട് ഉസ്താദ് കരഞ്ഞ കാര്യത്തിൽ തന്നെ താങ്കൾ പറയുന്നുണ്ട്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഉസ്താദ് കരയെന്നുള്ളത് എന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് കെ ഉസ്താദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുകയാണ്. അതല്ലാതെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നത് കൊണ്ട് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കരയുകയല്ല. ഉസ്താദിൻ്റെ ഓരോ സംസാരങ്ങളും, ഉസ്താദിൻ്റെ ഓരോ തീരുമാനങ്ങളും, ഉസ്താദിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമുക്ക് അൽഹംദുലില്ലാഹ് സന്തോഷം തന്നെയാണ്. ഉസ്താദ് പറഞ്ഞതിലപ്പുറം പോകാൻ നമ്മൾ തയ്യാറുമല്ല. എൻ്റെ ഉസ്താദിനെ ആക്ഷേപണ രൂപത്തിൽ തന്നെ താങ്കൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കൾ ധൈര്യമായിട്ട് ചെയ്തോ. അതിൽ ഉസ്താദിനെ ഒരു നല്ല പൊക്കി പറഞ്ഞിട്ട് അവസാനം തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പിന്നീട് പറയുന്നുണ്ട്, താങ്കളെ മോശമാക്കിയത് താങ്കളുടെ ബേക്കിലുള്ള ഉസ്താദന്മാരാണെന്ന്. ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാനൊരു ഉസ്താദായതുകൊണ്ട് ഉസ്താദന്മാരെ പൊക്കി പറയല്ല. ഉസ്താദന്മാരെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് മുത്തുനബിയുടെ പരമ്പരയിലേക്ക് പോകും. അതുകൊണ്ട് ചെയ്ത വ്യക്തികളുടെ പേരെടുത്ത് പറയുക എന്നല്ലാതെ സമൂഹത്തിനെ കുറ്റപ്പെടുത്തരുത്. കാരണം സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന പിതാക്കളുള്ള കാലഘട്ടമാണിത്. അപ്പോൾ മക്കളെ പീഡിപ്പിക്കുന്ന പിതാവ് എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മക്കളെ പീഡിപ്പിച്ചോ എന്ന് താങ്കൾ ചിന്തിക്കണം. അതുകൊണ്ട് സമൂഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എല്ലാ വിഭാഗത്തിലും, എല്ലാ മനുഷ്യന്മാരിലും, എല്ലാ കാറ്റഗറിയിലുള്ള മനുഷ്യന്മാരിലും തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളുണ്ടാകാം. അതുകൊണ്ട് സമൂഹത്തിനെ കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് ഓർത്തു വെക്കലാണ് നല്ലത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.